എല്ലാവർക്കും ക്വിസ് മീഡിയയിലേക്ക് സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ദക്ഷിണേന്ത്യയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഉത്തരം ജി സുബ്രഹ്മണ്യ അയ്യർ. മഹാത്മാഗാന്ധിയുടെ അവസാനത്തെ കേരള സന്ദർശനം നടന്നത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ഉത്തരം ക്ഷേത്രപ്രവേശന വിളംബരം. ആകാശവാണിക്ക് ആ പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. 2025 പരിസ്ഥിതി ദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏത്? ഉത്തരം ദക്ഷിണ കൊറിയ. 2025 ഇന്ത്യയുടെ എത്രാമത് സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 79. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന ദേശീയ നേതാവാര്? ഉത്തരം ലാലാ ലജ്പത് റായ്. ഏത് വർഷം മുതലാണ് നെഹ്റുവിൻ്റെ ജന്മദിനം ശിശുദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? ഉത്തരം 1964. നെഹ്റു പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ആരാണ്? ഉത്തരം മദർ തെരേസ. നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയുടെ പേരെന്ത്? ഉത്തരം മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം 12th ഫെയിൽ. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ പുതിയ പരിശീലകൻ? ഉത്തരം ഖാലിദ് ജമീൽ. 2025 കാഫ നേഷൻസ് കപ്പ് വേദി? ഉത്തരം താജിക്കിസ്ഥാൻ. 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം വള്ളം തുഴഞ്ഞു നീങ്ങുന്ന കാക്കത്തമ്പുരാട്ടി. 2025 വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വേദി? ഉത്തരം ഇന്ത്യ ശ്രീലങ്ക. ഗാന്ധിജിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ ആലേഖനം ചെയ്ത വാക്ക് ഏത്? ഉത്തരം ഹേ റാം. ജവഹർലാൽ നെഹ്റുവും പിതാവ് മോത്തിലാൽ നെഹ്റുവും ചേർന്ന് ആരംഭിച്ച പത്രമേത്? ഉത്തരം ദി ഇൻഡിപെൻഡന്റ്. ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഉത്തരം ഉത്തരാഖണ്ഡ്. നിലവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആര്? ഉത്തരം ബി ആർ ഗവായ്.
ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന തീയതി? ഉത്തരം 1950 ജനുവരി 26. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ആര്? ഉത്തരം ഇന്ദിരാഗാന്ധി. ബഹിഷ്കൃത് ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരായിരുന്നു? ഉത്തരം പ്രീതിലത വഡേദർ. നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന മഹാത്മാഗാന്ധിജിയുടെ സ്റ്റാമ്പ് ആദ്യമായി പുറത്തിറക്കിയ വിദേശ രാജ്യം ഏത്? ഉത്തരം അമേരിക്ക. രഘുപതി രാഘവ രാജാറാം എന്ന പ്രശസ്തമായ ഗാനം രചിച്ചതാർ? ഉത്തരം തുളസീദാസ്. കേരള നിയമസഭ അഭിസംബോധന ചെയ്ത ആദ്യ പ്രധാനമന്ത്രി ആര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം C. രാജഗോപാലാചാരി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ലോക്സഭാ സ്പീക്കർ? ഉത്തരം മീര കുമാർ. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ലോകപ്രസിദ്ധമാണല്ലോ. ഈ കത്തുകൾ ക്രോഡീകരിച്ച് പിറവിയെടുത്ത മഹത് ഗ്രന്ഥത്തിൻ്റെ പേരെന്താ? ഉത്തരം ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, വിശ്വചരിത്രാവലോകനം. നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഒരു നോവലിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഏതാണ് ഈ നോവൽ? ഉത്തരം ആനന്ദമഠം. അണക്കെട്ടുകളെ ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ഉള്ളൊഴുക്ക്.